നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് രാജി വെക്കില്ലെന്നല്ലേ പറയൂ. അങ്ങനെ അവള് തീർത്ത് പറഞ്ഞ ഗിരിയേട്ടനോട് നമുക്ക് സംസാരിക്കാം. അമ്മ പറഞ്ഞത് മഞ്ജു അനുസരിച്ചില്ലെന്നും അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും നമുക്ക് ഗിരിയേട്ടനോട് പറയാം. അവള് ജോലി രാജിവെച്ചാലും ഗിരിയേട്ടൻ അവളെ പുറത്താക്കിയാലും ജയിക്കുന്നത് നമ്മളായിരിക്കും. കൊള്ളാലോടി, നീ എന്റെ മോള് തന്നെയാ. ഈ ബുദ്ധി നിനക്ക് പഠിക്കാൻ കാണിച്ചൂടെ? എന്തായാലും ഈ പ്ലാൻ ഏൽക്കും, അതെനിക്ക് ഉറപ്പാ. ഞാനേ അവളെ റൂമിലൊന്ന് നോക്കിയിട്ട് വരാം. അയ്യോ, അമ്മേ, അവള് വരുന്നുണ്ട്. അമ്മേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ രാവിലെ തുണി ഉണക്കാൻ ഇട്ടത് അമ്മ അപമാനിക്കാൻ വേണ്ടിയോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. എന്റെ വീട്ടിലെ തുണി ഉണക്കാനിടുന്ന ഓർമ്മയിൽ ചെയ്തു പോയതാ. അതുകൊണ്ട് ഗിരിയേട്ടനും അമ്മയ്ക്കും എന്തുമാത്രം വിഷമമുണ്ടായിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാനങ്ങനെ ചെയ്യില്ല. ഇതിന് പകരം വേറെ എന്തെങ്കിലും തരത്തിലാവും ഈ കുടുംബത്തെ നീ അപമാനിക്കാൻ പോകുന്നത്. അമ്മ എന്നെ ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കിത് എന്റെ കുടുംബം തന്നെയാ. കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാ. അമ്മയെ ഞാൻ കാണുന്നത് ആ സ്ഥാനത്താ. നിന്റെ സ്വന്തം അമ്മയുടെ വാക്ക് ധിക്കരിച്ച് നീ തോന്നിയതുപോലെ ചെയ്യൂ. അമ്മ പറഞ്ഞ എന്ത് കാര്യമാണ് ഞാൻ ധിക്കരിച്ചിട്ടുള്ളത്? അമ്മ എന്നെ അംഗീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ നീ ജോലി രാജിവെക്കണം. എനിക്കും ഈ കുടുംബത്തിനും നിന്നോട് വ്യക്തിപരമായ ഒരു വെറുപ്പുമില്ല. നിന്റെ യൂണിഫോമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതെടുത്ത് കളഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വാ. ഇവൾക്ക് ഈ വീട്ടിലുള്ള അതേ സ്ഥാനം നിനക്കും കിട്ടും. എന്തു പറ്റി? ബുദ്ധിമുട്ടാണല്ലേ? വെറുതെ നാവുകൊണ്ട് അമ്മയെപ്പോലാണെന്ന് പറയാൻ എളുപ്പമാണ്. ആ സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കണം. ഇപ്പോഴും മഹേഷിന്റെ മഹിമയുടെയും പഠിപ്പിന്റെ ഉത്തരവാദിത്വം എനിക്കാ ഉള്ളത്. അത് നടക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റൂ. അതൊക്കെ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്കതേക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഗിരി കല്യാണം കഴിച്ച് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ വീടിനും വീട്ടുകാർക്കുമായിരിക്കണം നീ പ്രാധാന്യം നൽകേണ്ടത്. നീ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്ക് നീ അത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നല്ലേ? അങ്ങനെ ഈ കുടുംബത്തെ തരം താഴ്ത്തി കാണുന്ന ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യം ഗിരിക്കില്ല. അതുകൊണ്ട് നീ രാജിവെച്ചില്ലെങ്കിൽ ഗിരിയോട് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടും. തീരുമാനം എടുക്കേണ്ടത് നീയാ. നിനക്ക് ഭർത്താവാണോ വലുത്, അതോ ജോലിയാണോ? അമ്മേ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ.
ചേർത്തു ഞാനൻ കണ്ണടച്ചാലും ദേവിയായ അകമേ നിറയും കണിമലർന്നേ തിരഞ്ഞു ഞാൻ നിൻ ചിരി തൻ നോവു പാകിയൊരകൾ ഉൾച്ചരാതിൽ നേറുമേ ചെറുകിരാവിൻ അകലയായി മാഞ്ഞു പാഴ്ക്കിനാവായി. മോളെ ചേച്ചി ചേച്ചി കരയാണോ? എന്താ ചേച്ചി പ്രശ്നം? അച്ഛൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ധൈര്യമുള്ള ഒരാളായി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല മോളെ. ആര് പറഞ്ഞു? ചേച്ചി ആ യൂണിഫോം ഇട്ടാ മതി, ധൈര്യം താനേ വന്നോളൂ. ഈ വീട്ടിൽ കഴിയണമെങ്കിൽ ഞാൻ ജോലി രാജിവെക്കാൻ ഗിരിയേട്ടന്റെ അമ്മ പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയില്ല മോളെ. മോളെ നീ സമാധാനിക്ക്. ഞങ്ങളെ വൈകിട്ട് അങ്ങോട്ട് വരാം. ഗിരി അപ്പോഴേക്ക് എത്തുകയല്ലേ? നമുക്ക് അവനെയും ഭാനുമതിയെയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാം. ചേച്ചിയുടെ ജോലിക്ക് അച്ഛന്റെ ജീവന്റെ വിലയുണ്ട്, അത് വെറുതെ കളയരുത്. ഇവരിങ്ങനെ പല മണ്ടത്തരങ്ങളും പറയും. ഇത് നിന്റെ ജീവിതമാണ്. ഗിരിയുടെ കുടുംബത്തിന് പോലീസുകാരെ എന്തുമാത്രം വെറുപ്പാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അങ്ങനൊരു വീട്ടില് ഭാര്യയായിട്ട് നിനക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും മഞ്ജു? ദേഷ്യം മൂത്ത് അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് ജോലി രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിലും ഗിരി കൈനിറ സമ്പാദിക്കുന്നില്ലേ, പിന്നെ നീ എന്തിനാ കഷ്ടപ്പെട്ട് ഈ പോലീസ് ജോലിക്കൊക്കെ പോണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗിരിയായിട്ട് വഴക്കുകൂടി വീട് വിട്ട് ഇറങ്ങിയ പിന്നെ ഇങ്ങോട്ട് നിന്നെ കയറ്റോ നീ പ്രതീക്ഷിക്കണം. ചേച്ചി, മഹേഷ് പറഞ്ഞൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വരാം. വേണ്ട, നിങ്ങൾ ഇടപെട്ട പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി, ഞങ്ങൾ വരാം. അയ്യോ, കട്ടായല്ലോ അമ്മാവ. മോളോടൊന്ന് വിളിച്ചേ. എന്താ മോളെ? സ്വിച്ച് ഓഫാ. നമ്മളൊരു പ്രശ്നം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോ അവിടെ അതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ.